ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനേഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC പരീക്ഷകൾക്കും എല്ലാം പ്രതീക്ഷിക്കാവുന്ന മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ചോദ്യം, കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: കള്ളം പറയുക, വഞ്ചിക്കുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക. ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി, വഞ്ചിക്കുക. കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം വഞ്ചിക്കുക എന്നാണ്. അടുത്തത്, ആക്ഷേപ സാഹിത്യത്തിലൂടെ സാമൂഹിക വിമർശനം നടത്തിയ മലയാള കവി ആര്? ആക്ഷേപ സാഹിത്യത്തിലൂടെ സാമൂഹിക വിമർശനം നടത്തിയ മലയാള കവി. ഓപ്ഷൻസ്: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, കുഞ്ചൻ നമ്പ്യാർ, ജി ശങ്കരക്കുറുപ്പ്, കുമാരനാശാൻ. ആൻസർ ഓപ്ഷൻ ബി, കുഞ്ചൻ നമ്പ്യാർ. ആക്ഷേപ സാഹിത്യത്തിലൂടെ വിമർശനം നടത്തിയ മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അടുത്തത്, ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ ഏത്? ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ. ഓപ്ഷൻസ്: ഘാതകവധം, കുന്തലത, ശാരദ, ഇന്ദുലേഖ. ആൻസർ ഓപ്ഷൻ ഡി, ഇന്ദുലേഖ. ലക്ഷണയുക്തമായ ആദ്യത്തെ നോവലാണ് ഇന്ദുലേഖ. അടുത്തത്, കേരള കാളിദാസൻ രചിച്ച സന്ദേശകാവ്യം ഏത്? കേരള കാളിദാസൻ രചിച്ച സന്ദേശകാവ്യം. ഓപ്ഷൻസ്: കോക സന്ദേശം, മയൂര സന്ദേശം, ശുഗ സന്ദേശം, ദാത്യുക സന്ദേശം. ആൻസർ ഓപ്ഷൻ ബി, മയൂര സന്ദേശം. കേരള കാളിദാസൻ രചിച്ച സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം. അടുത്തത്, വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി ആര്? വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി. ഓപ്ഷൻസ്: ONV, വയലാർ, വൈലോപ്പള്ളി, ചങ്ങൻപുഴ. ആൻസർ ഓപ്ഷൻ ബി, വയലാർ. വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവിയാണ് വയലാർ. അടുത്തത്, മാതൃത്വത്തിൻ്റെ ഉദാത്തഭാവം കവിതയിലൂടെ ആവിഷ്കരിച്ച കവിയത്രി ആര്? മാതൃത്വത്തിൻ്റെ ഉദാത്തഭാവം കവിതയിലൂടെ ആവിഷ്കരിച്ച കവിയത്രി. ഓപ്ഷൻസ്: സുഗതകുമാരി, സിസ്റ്റർ നിവേദിത, ബാലാമണിയമ്മ, തോട്ടൈക്കാട്ട് മാധവിയമ്മ. ആൻസർ ഓപ്ഷൻ സി, ബാലാമണിയമ്മ. മാതൃത്വത്തിൻ്റെ ഉദാത്തഭാവം കവിതയിലൂടെ ആവിഷ്കരിച്ച കവിയത്രിയാണ് ബാലാമണിയമ്മ. മാതൃത്വത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മയാണ്. അടുത്തത്, മലയാളത്തിൽ നിന്നും അന്യഭാഷയിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതി ഏത്? മലയാളത്തിൽ നിന്നും അന്യഭാഷയിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതി. ഓപ്ഷൻസ്: കാലം, ചെമ്മീൻ, മാർത്താണ്ഡവർമ്മ, ഇന്ദുലേഖ. ആൻസർ ഓപ്ഷൻ ബി, ചെമ്മീൻ. മലയാളത്തിൽ നിന്നും അന്യഭാഷയിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതിയാണ് ചെമ്മീൻ. അടുത്തത്, കേരള കൗമുദി എന്ന വ്യാകരണത്തിൻ്റെ കർത്താവ് ആര്? കേരള കൗമുദി എന്ന വ്യാകരണത്തിൻ്റെ കർത്താവ്. ഓപ്ഷൻസ്: കേരള പാണിനി, അർണോസ് പാതിരി, ഹെർമൻ ഗുണ്ടർട്ട്, കോവുണ്ണി നെടുങ്ങാടി. ആൻസർ ഓപ്ഷൻ ഡി, കോവുണ്ണി നെടുങ്ങാടി. കേരള കൗമുദി എന്ന വ്യാകരണത്തിൻ്റെ കർത്താവാണ് കോവുണ്ണി നെടുങ്ങാടി. അടുത്തത്, ഈ ചിഹ്നത്തിന് പറയുന്ന പേരെന്ത്? ഈ തന്നിരിക്കുന്ന ചിഹ്നത്തിന് പറയുന്ന പേര്. ഓപ്ഷൻസ്: കാകു, വിക്ഷേപണി, ഉദ്ധരണി, അങ്കുശം. ആൻസർ ഓപ്ഷൻ സി, ഉദ്ധരണി. ഈ തന്നിരിക്കുന്ന ചിഹ്നത്തിന് പറയുന്ന പേരാണ് ഉദ്ധരണി. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ രൂപം. ഓപ്ഷൻസ്: പശ്ചാത്താപം, 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 പശ്ചാത്താപം. ആൻസർ ഓപ്ഷൻ എ, പശ്ചാത്താപം. താഴെ പറയുന്നവയിൽ ശരിയായത് പശ്ചാത്താപമാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഭാഷാവൃത്തം ഏത്? താഴെ പറയുന്നവയിൽ ഭാഷാവൃത്തം. ഓപ്ഷൻസ്: ശാലിനി, വസന്തതിലക, മന്ദാക്രാന്ത, തരംഗിണി. ആൻസർ ഓപ്ഷൻ ഡി, തരംഗിണി. താഴെ പറയുന്നതിൽ ഭാഷാവൃത്തമായത് തരംഗിണിയാണ്. അടുത്തത്, കനകക്കുടങ്ങളെ ചുമന്ന കേരങ്ങൾ ഇതിലെ അലങ്കാരം ഏത്? കനകക്കുടങ്ങളെ ചുമന്ന കേരങ്ങൾ എന്നതിലെ അലങ്കാരം ഏത്? ഓപ്ഷൻസ്: ഉപമ, ഉൽപ്രേക്ഷ, രൂപകാതിശയോക്തി, ദൃഷ്ടാന്തം. ആൻസർ ഓപ്ഷൻ സി, രൂപകാതിശയോക്തി. കനകക്കുടങ്ങളെ ചുമന്ന കേരങ്ങൾ എന്നതിലെ അലങ്കാരമാണ് രൂപകാതിശയോക്തി. അടുത്തത്, AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സന്ദേശകാവ്യം ഏത്? AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സന്ദേശകാവ്യം. ഓപ്ഷൻസ്: മയൂര സന്ദേശം, ഉണ്ണുനീലി സന്ദേശം, മേഘദൂതം, കോക സന്ദേശം. ആൻസർ ഓപ്ഷൻ സി, മേഘദൂതം. AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സന്ദേശകാവ്യമാണ് മേഘദൂതം. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രയോഗം ഏത്? താഴെ പറയുന്നവയിൽ തെറ്റായ പ്രയോഗം. ഓപ്ഷൻസ്:
സന്യാസി വേഷം, സകുന്നിതന്ത്രം, പ്രകൃതി ദേവി, അതിഥി പൂജ. ആൻസർ ഓപ്ഷൻ എ സന്യാസി വേഷം. താഴെ പറയുന്നതിൽ തെറ്റായ പ്രയോഗമാണ് സന്യാസി വേഷം. അടുത്തത് വ്യാസഭാരതത്തെ പദാനുപദമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത കവി ആര്? വ്യാസഭാരതത്തെ പദാനുപദമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത കവി. ഓപ്ഷൻസ്: കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, വള്ളത്തോൾ, എഴുത്തച്ഛൻ, കുമാരനാശൻ. ആൻസർ ഓപ്ഷൻ എ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. വ്യാസഭാരതത്തെ പദാനുപദമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത കവിയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അടുത്തത് ഭാരതീയ ഭാഷകളിൽ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏത്? ഭാരതീയ ഭാഷകളിൽ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം. ഓപ്ഷൻസ്: പുതുമയുടെ ലോകം, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, ബിലാത്തി വിശേഷം, വർത്തമാന പുസ്തകം. ആൻസർ ഓപ്ഷൻ ഡി വർത്തമാന പുസ്തകം. ഭാരതീയ ഭാഷകളിൽ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. അടുത്തത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഓപ്ഷൻസ്: കെ ടി മുഹമ്മദ്, പോഞ്ഞിക്കര റാഫി, വൈക്കം മുഹമ്മദ് ബഷീർ, മൊയ്തു പടിയത്ത്. ആൻസർ ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്തത് പരോപകാരം ചെയ്യുകയാണ് മനുഷ്യധർമ്മം. ഈ വാക്യത്തിലെ ചെയ്യുക എന്ന പദം ഏത് വിനയച്ചമാണ്? പരോപകാരം ചെയ്യുകയാണ് മനുഷ്യധർമ്മം എന്ന വാക്യത്തിലെ ചെയ്യുക എന്ന പദം ഏത് വിനയച്ചമാണ്? ഓപ്ഷൻസ്: നടുവിനയച്ചം, തൻവിനയച്ചം, പിൻവിനയച്ചം, മുൻവിനയച്ചം. ആൻസർ ഓപ്ഷൻ എ നടുവിനയച്ചം. പരോപകാരം ചെയ്യുകയാണ് മനുഷ്യധർമ്മം എന്ന വാക്യത്തിലെ ചെയ്യുക എന്ന പദം നടുവിനയച്ചമാണ്. അടുത്തത് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി ഏത്? ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി. ഓപ്ഷൻസ്: കയർ, ഓടക്കുഴൽ, ഒരു ദേശത്തിൻ്റെ കഥ, ഉമാകേരളം. ആൻസർ ഓപ്ഷൻ ബി ഓടക്കുഴൽ. ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതിയാണ് ഓടക്കുഴൽ. അടുത്തത് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സാഹിത്യകാരൻ ആര്? തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സാഹിത്യകാരൻ. ഓപ്ഷൻസ്: വെണ്ണിക്കുളം, വയലാർ, വൈലോപ്പള്ളി, ഇടശ്ശേരി. ആൻസർ ഓപ്ഷൻ എ വെണ്ണിക്കുളം. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സാഹിത്യകാരനാണ് വെണ്ണിക്കുളം. അടുത്തത് മനുഷ്യനെ ഇവിടെയുള്ള വിഭക്തി ഏത്? മനുഷ്യനെ എന്ന പദത്തിലെ വിഭക്തി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സംയോജിക, ഉദ്ദേശിക, പ്രതിഗ്രാഹിക, ആധാരിക. ആൻസർ ഓപ്ഷൻ സി പ്രതിഗ്രാഹിക. മനുഷ്യനെ എന്ന പദത്തിൽ അല്ലെങ്കിൽ എന്ന വാക്കിലെ വിഭക്തിയാണ് പ്രതിഗ്രാഹിക. അടുത്തത് കണ്ണീർ എന്നതിലെ സന്ധി ഏത്? കണ്ണീർ എന്ന പദത്തിൽ സന്ധി ഏതാണ്? ഓപ്ഷൻസ്: ആദേശസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി. ആൻസർ ഓപ്ഷൻ എ ആദേശസന്ധി. കണ്ണീർ എന്ന പദത്തിലെ സന്ധിയാണ് ആദേശസന്ധി. അടുത്തത് ശരിയായ പദം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻസ്: അന്തശ്ചിദ്രം, അന്തഛിദ്രം, അന്തശ്ചിദ്രം, അന്തഛിദ്രം. ആൻസർ ഓപ്ഷൻ ബി അന്തഛിദ്രം. താഴെ തന്നിരിക്കുന്നതിൽ അന്തഛിദ്രമാണ് ശരിയായ പദം. അടുത്തത് കാജം ശരിയായ അർത്ഥം ഏത്? കാജം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം. ഓപ്ഷൻസ്: ഗുഹ, കുട, മുഖം, കണ്ണാടി. ആൻസർ ഓപ്ഷൻ ഡി കണ്ണാടി. കാജം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥമാണ് കണ്ണാടി. അടുത്തത് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കൃതി രചിച്ചതാര്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കൃതി രചിച്ചത്. ഓപ്ഷൻസ്: ടി പത്മനാഭൻ, കെ പി രാമനുണ്ണി, വിജയലക്ഷ്മി, കെ ആർ മീര. ആൻസർ ഓപ്ഷൻ എ ടി പത്മനാഭൻ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കൃതി രചിച്ചത് ടി പത്മനാഭനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് LDC പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.